എന്താ അത്ര ചിരിക്കാൻ? ഒന്നുമില്ല, ഞാൻ നമ്മുടെ ആര്യ രാജേന്ദ്രൻ്റെ വിഷയത്തിലെ ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് അതിൽ എം വി ഗോവിന്ദൻ ഒരു ചെറിയ പരാമർശം നടത്തിയിരുന്നു. അപ്പോൾ അത് ആ വാർത്ത നോക്കിയപ്പോൾ ഒന്ന് ശരി വന്നതാ. പിന്നെ അതിൽ ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരു വിഷയം, ഒരു ആരോപണം എന്നുള്ള നിലയ്ക്ക് അവരതിൽ തനിക്കെതിരെ അശ്ലീലാംഗ്യം ഡ്രൈവർ യദു എന്ന് പറയുന്ന ഡ്രൈവർ കാണിച്ചു എന്നുള്ളതാണ് അവരുന്നയിക്കുന്ന പ്രധാന ആരോപണം. അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ്? കാരണം കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞ വാദങ്ങളെല്ലാം തള്ളുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അപ്പോൾ അത് വിശ്വാസയോഗ്യമാണോ? എങ്ങനെ തോന്നുന്നത്? അവർക്കുണ്ടായ ഒരു അനുഭവമാണല്ലോ അവർ പറഞ്ഞത്. അപ്പോൾ പൂർണ്ണമായി അതിനെ തള്ളിക്കളയാൻ കഴിയില്ല. എന്താ വെച്ചാൽ ഈ കുറേ സമയം കൊണ്ട് സംഭവിച്ച കാര്യമാണ് പറയുന്നത്. അതിൽ പിന്നെ വാഹനം സൈഡ് KSRTC ബസ് സൈഡ് കൊടുക്കാതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രയാസം എന്ന് പറയുന്നത് സ്ത്രീകൾക്കെതിരെ, അതിൽ മറ്റു മേയറെ കൂടാതെ മറ്റു സ്ത്രീകളും ആ വാഹനത്തിലുണ്ടായിരുന്നു. അവർക്ക് മോശമായ, പക്ഷെ നമ്മൾ ഒരു അതിനകത്ത് യദുവിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നല്ല, എന്നാലും ഒരു KSRTCയിലൊരു ഡ്രൈവർ ഈ താഴെ കൂടെ വേറൊരു കാറിലിരിക്കുന്ന ഒരു സ്ത്രീയെ അല്ലെങ്കിൽ അങ്ങനെ ലൈംഗികമായ ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കാരണം നമ്മൾക്കറിയാം, നമ്മൾക്ക് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്, അതുപോലെ കാറിൽ യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഡ്രൈവർ ഒരു ആംഗ്യം കാണിക്കുന്നതൊക്കെ അങ്ങനെ കാറിലിരുന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് ചെറിയൊരു അവിശ്വാസം അതിനകത്ത് തോന്നുന്നുണ്ട്, അല്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് കാണാൻ ബുദ്ധിമുട്ട്. കാരണം ഡ്രൈവർ ഉയരത്തിരുന്നിട്ട് കാറിലുള്ള താഴെ ഇരുന്നിട്ട്. പക്ഷേ എന്നാലും ഇത് ഇപ്പോൾ കേരളത്തിലൊക്കെ കേരളത്തിൽ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ അതിനെക്കാട്ടിയൊക്കെ ചൂട് പിടിച്ച് ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഈ ആര്യ രാജേന്ദ്രനെ. എനിക്ക് അതിൻ്റെ കാരണങ്ങൾ ഒന്നാമത് ആര്യ രാജേന്ദ്രൻ മേയറായതിനു ശേഷം ഉണ്ടായ കുറേ പ്രശ്നങ്ങളുണ്ട്, അതുണ്ട്. പിന്നെ രാഷ്ട്രീയമുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഈ സംഭവത്തിലും ഭാഗമെന്നൊരു ചെറിയൊരു സംശയം എനിക്ക് ഇല്ലാതില്ല. കാരണം ഇപ്പോഴും ഈ കേസിൽ CPMൻ്റെ ഇടപെടൽ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ എം വി ഗോവിന്ദനൊക്കെ പിന്നെ എന്തായാലും ആ രീതി നമുക്ക് ഇന്നലത്തെ കാര്യം ഇപ്പോൾ ഈ പി ജയരാജൻ്റെ പ്രശ്നത്തിൽ ഇന്നലെ സംഭവിച്ചെന്താ അതിനെ ന്യായീകരിക്കുന്നത്. അപ്പം അത് വേറെ രാഷ്ട്രീയം, ഒരു പൊളിറ്റിക്കൽ സാധനമാണ്. നമുക്ക് അതിനെ അങ്ങനെ കാണാം. ഇതിന് നമുക്ക് ആര്യ രാജേന്ദ്ര വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ അടുത്തുനിന്നുണ്ടാകുന്ന വീഴ്ച ഇതിനകത്തുണ്ടോ എന്നുള്ളത് ആണ് ഒരു പ്രശ്നം, ഒരു പ്രധാന പ്രശ്നം. അതുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റെടുത്തിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ വേറെ മറ്റ് രാഷ്ട്രീയ സംഘടനയൊക്കെ മേയറുടെ, അതായത് കോർപ്പറേഷൻ ഓഫീസിലൊക്കെ മാർച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന സംഭവങ്ങൾ ഇതിൻ്റെ. പക്ഷെ ഇതിലെന്താ വെച്ചാൽ ഈ ഡ്രൈവർക്കെതിരെ, സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഇയാൾ. പക്ഷേ ആ സമയത്തും ഓവർ സ്പീഡിന് ഇയാൾ കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല സമയങ്ങളിലായിട്ട്. പിന്നെ ഇതിന് പിന്നിൽ ഒരു സംഘപരിവാർ ശക്തികളുടെ ഒരു ചിലപ്പോൾ അതും ഉണ്ടായിരിക്കാം. പക്ഷെ അതിൽ കുറ്റാരോപിതനായ ഒരാളാണല്ലോ ഇയാൾ. അങ്ങനെയാണെങ്കിൽ ഇയാൾ എങ്ങനെ ഈ KSRTC, അതും താൽക്കാലിക ജീവനക്കാരൻ, അങ്ങനെയാണെങ്കിൽ അതും പരിശോധിക്കേണ്ടല്ലോ ഇയാൾ എങ്ങനെ ഈ KSRTC ഡിപ്പാർട്ട്മെന്റിൽ എത്തി എന്നുള്ളത്. സ്ഥിരമായൊരു നിയമനം അല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് താൽക്കാലിക നിയമനമാണ്. KSRTCയുടെ താൽക്കാലിക നിയമനത്തിൽ കയറി പറ്റിയ ഒരു ആളാണ് യദു എന്ന് പറയുന്ന ആ ഡ്രൈവർ. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓവർ സ്പീഡിന് കേസെടുത്ത് നിലവിലുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡ്രൈവർമാർക്കെതിരെ അതൊക്കെ ഉണ്ടാവും. ഓവർ സ്പീഡിൻ്റെ കേസ് ഒരു പക്ഷേ ഉണ്ടാവായിരിക്കും. പക്ഷേ തിരുവനന്തപുരത്ത് ഈ സംഭവം നടന്ന സ്ഥലത്ത്, തിരുവനന്തപുരം ഭയങ്കര ട്രാഫിക്കുള്ള ഒരു ഏരിയയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആ ഡ്രൈവർ തന്നെ പറയുന്നുണ്ട്, പിന്നെ യാത്രക്കാരും പറയുന്നുണ്ട്. ഇനി അവിടേക്കൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സൈഡ് കൊടുക്കാനൊന്നും സ്ഥലമില്ലാത്ത ഒരു പ്രദേശം ഒക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഡ്രൈവർ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഇതിനകത്തൊരു വിഷയമുള്ള എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ അധികാരത്തിൽ ഇരിക്കുന്നവരുടെ ഒരു മനോഭാവം ഇതിനകത്ത് പ്രധാന പ്രശ്നമാണ്. അപ്പോൾ ഈഗോ വർക്കൗട്ടാണ്. ഇപ്പോൾ മേയറാണ്, അതുപോലെ തന്നെ മേയറിൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, MLA ആണ്. അപ്പോൾ ഇവരൊക്കെ സഞ്ചരിച്ച ഒരു കാറിൽ ആണ് ഈ സൈഡ് കൊടുക്കാത്തതും പ്രശ്നം ഉണ്ടാകുന്നതും. അപ്പോൾ അതിലേക്ക് എത്തി. അപ്പോൾ അവർക്കത്, കാരണം കോർപ്പറേഷൻ മേയർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ അതിൻ്റെ ആ കോർപ്പറേഷൻ പരിധിയിൽ പ്രഥമ പൗരാന്നൊക്കെ നമുക്ക് പറയാവുന്നത്, ഏറ്റവും അവർ കഴിഞ്ഞിട്ട് രണ്ടാമതൊരാളുള്ളൂ. അപ്പോൾ അത്തരം ഒരാൾക്ക് പെട്ടെന്ന് ഒരു KSRTC ഡ്രൈവറിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പം സത്യത്തിൽ ഈ KSRTC ഡ്രൈവർ അറിയുന്നില്ല എന്നാണ് യദു പറയുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇവർ മേയറാണെന്നുള്ളത്. പക്ഷെ അതും പൂർണ്ണമായിട്ടും വിശ്വസിക്കാനാവില്ല. കാരണം മേയർ അറിയാത്ത ഒരു ഡ്രൈവർ KSRTC ഡ്രൈവർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ര വിശ്വസിക്കാനാവില്ല. കാരണം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു മേയർ തന്നെയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ ആ രീതിക്ക് ഒന്നാണ്. തന്നെയല്ല ആവശ്യത്തിലേറെ വിവാദങ്ങൾ പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയേൻ്റെ കാലമല്ലേ. അപ്പോൾ ഒരു വ്യക്തിനെ അറിയില്ല എന്നൊക്കെ പറയുന്ന കഴിഞ്ഞാൽ അത് എത്രയോ പ്രാവശ്യം ഒരു പക്ഷേ ഇവരുടെ
മൊത്തത്തിൽ അവൻ്റെ സംഘടനാ പ്രവർത്തനമാണ് അല്ലേ, ഏതൊരു സംഘടനയാണ് അതിൻ്റെ പ്രവർത്തകനാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മേയറുടെ ഫോട്ടോസ് വരാത്തതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണാത്തതൊന്നും ആയിരിക്കില്ല. പക്ഷെ അത് രണ്ടുപേരും പറയുന്നതിൽ പൊരുത്തക്കേടുകളുണ്ട്. ഇതിൽ നമ്മൾ സാധാരണ റോഡുകളിലൊക്കെ കാണാറുണ്ട്, ഏതെങ്കിലും വാഹനങ്ങൾ തമ്മിൽ പരസ്പരം ഇടിച്ചാലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചിലപ്പം അത് തല്ലിൽ ആളുകൾ ആക്രമിക്കുന്നതിൽ വരെ ചിലപ്പോൾ അത് കലാശിക്കാറുണ്ട്. അത്തരത്തിൽ മേയർ അവരുടെ സ്ഥാനം മറന്ന്, അല്ലെങ്കിൽ സച്ചിൻ ദേവ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം മറന്ന് പ്രവർത്തിച്ചെന്ന് തോന്നുന്നില്ലേ? ഇല്ല, അത് സ്വാഭാവികമായിട്ടും നമ്മളാണെങ്കിലും ആ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ പ്രതികരിച്ചു പോകുന്ന ഒരു സാധാരണക്കാർ പ്രതികരിക്കുന്ന പോലെയാണ് പ്രതികരിച്ചിട്ടുള്ളൂ. അതാണ് സാധാരണക്കാർ പ്രതികരിക്കുന്നതായിപ്പോയി. അതൊരു വലിയ വിഷയം തന്നെയാണ്. ഇവിടെ സാധാരണക്കാർ ഇപ്പോൾ നമുക്ക് റോഡിലാണ്, നമ്മൾ റോഡിൽ ഏറ്റവും മാന്യതയുടെ പ്രശ്നമൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. റോഡിൽ എന്താണ് എത്രമാത്രം മാന്യത ഒരാൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ആരും അതിനകത്ത് ആർക്കും മാന്യതയില്ല. അപ്പോൾ ഈ MLA ആണെങ്കിലും അതുപോലെ തന്നെ മേയർ ആണെങ്കിലും ഇനി ആ KSRTC ഡ്രൈവർ ആണെങ്കിലും ഇതിൽ എനിക്ക് വേറെ ഒരു കൗതുകമായിട്ട് എനിക്കൊരു കാര്യം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് അവർ യാത്ര ചെയ്ത വണ്ടി ഒരു ഇതാണെന്ന് തോന്നുന്നു അല്ലേ, വാഗണറാന്ന് തോന്നുന്നു അല്ല, റെഡ് വാഗണർ കാറിലാണ് യാത്ര ചെയ്തത്. ആ വാഗണറിന് പകരം ഇത് വേറൊരു ആഡംബര കാറാണെങ്കിൽ പക്ഷേ ഈ സീനൊന്നും ഉണ്ടാവില്ല. അതും നമ്മൾ കാണുന്നുണ്ട്. ആ ഡ്രൈവർ, KSRTC ഡ്രൈവർ ഈ പറയുന്ന കാറിൻ്റെ ആ വലിപ്പം, കാറിൻ്റെ ഏത് കാറാണ് എന്നൊക്കെ നോക്കിയിട്ട് നിരന്തരമായി ബാക്കിൽ നിന്ന് ഹോണിച്ച് ആ ഡ്രൈവർ സൈഡായി കൊടുക്കുകയുള്ളൂ. കാരണം അതൊക്കെയാണ് റോഡിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇതിനുള്ളിൽ സഞ്ചരിക്കുന്നത് ആരാണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഡ്രൈവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുണ്ട്, VIPകൾക്ക് റോഡിൽ കിട്ടുന്നുണ്ട്. അത് KSRTC ആണെങ്കിലും മിററിലൂടെ നോക്കുമ്പോൾ ബാക്കിലൊരു ആൾട്ടോ അല്ലെങ്കിൽ ഒരു വാഗണർ അതല്ലെങ്കിൽ ആ ശ്രേണിയിലുള്ള കാറാണെങ്കിൽ സ്വാഭാവികമായിട്ട് ബാക്കിൽ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ആ കാറിൽ ആരിയ്ക്കുന്നു എന്നുള്ളത് ചിന്തിച്ചില്ല. ഇതൊരു ആഡംബര കാറാണെങ്കിൽ ഒരു തർക്കവും വേണ്ട, ആ ഡ്രൈവർ പറ്റുന്ന സ്ഥലത്ത് നിന്ന് അതിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ലഹരി ഉപയോഗിച്ച്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടപ്പോൾ ഇന്നലെ പത്തനാപുരത്തൊരു സംഭവം ഉണ്ടായി. KSRTC ഡിപ്പോയിൽ 2 പേരെ പരിശോധന നടത്തിയപ്പോൾ 2 പേര് മദ്യം ഉപയോഗിച്ച് കണ്ടെത്തി. പക്ഷേ അപ്പോൾ 13 പേരാണ് ഇന്നലെ അവിടെ ലീവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ആ 13 പേരും എന്ത് പേടിച്ചിട്ടാവും ലീവ് എടുത്തിട്ടുണ്ടാവുക? അപ്പോൾ ആ ഡിപ്പോയിൽ തന്നെ സർവീസ് മുടങ്ങുന്നു. 2 ലക്ഷത്തോളം ആളുകളുടെ യാത്രാ പ്രശ്നങ്ങളിലേക്ക് വരെ 2 ലക്ഷം വരുമാനം KSRTCക്ക് നഷ്ടമായി എന്ന് പറയുന്നു. ആളുകൾ യാത്രാ പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഈ ഒരു രംഗത്തും ഇവരുടെ അടുത്ത് ഇത് ഇത്രത്തോളം ഇവരെ ഡ്രൈവർമാരെ ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പം നിലവിലില്ല. ഇപ്പോൾ ഈ പത്തനാപുരത്തെ സംഭവം സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഓൾറെഡി തെളിഞ്ഞതാണ്, ഇദ്ദേഹം മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് പോലീസിന്റെ അന്വേഷണം. മദ്യമല്ല അതായത് മറ്റ് ഒരു പാക്കറ്റ് പുറത്തേക്ക് ഇടുന്നത് കണ്ടു എന്നാണ് മേയറുടെ ഒരു. അതിലും ഡ്രൈവറുടെ ഒരു വിശദീകരണമുണ്ട്. അതിലും ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത് അത് കുറച്ച് യുക്തിയാണെന്ന് നമുക്ക് ശരിയാണ്. കാരണം ബസ്സിൻ്റെ മുകളിൽ നിന്ന് ആര് എന്ത് പാക്കറ്റ് ഇട്ടാലും പുറകിൽ ഏത് സീറ്റിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാലും ഇത് മുമ്പോട്ടേക്ക് വരും. മുമ്പോട്ട് വന്ന് ഇതെല്ലാം വണ്ടീൻ്റെ ഏറ്റവും മുൻഭാഗത്താണ് ഇതെല്ലാം കിടക്കുക. അപ്പോൾ ഇതൊരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റായിരുന്നു. ആരോ ബാക്കിൽ നിന്ന് ബിസ്ക്കറ്റ് കഴിച്ചതിൻ്റെ പാക്കറ്റ് അവിടെ ഇട്ടപ്പോൾ അത് കാറ്റടിച്ച് ഡ്രൈവറുടെ പോകുന്നു. അപ്പോൾ ഡോർ തുറക്കുന്ന ഒരു ഡ്രൈവർ അതാണ് എടുത്ത് കളഞ്ഞതാണ് ഡ്രൈവർ പറയുന്നത്. അപ്പോൾ എന്തായാലും അത് നമുക്ക് ഡ്രൈവർ പറയുന്നത് വിശ്വസിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ലഹരി ഉപയോഗിക്കുന്ന ആൾ പറയുന്നുണ്ട്, ഞാനിങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. അപ്പോൾ അതിലൊക്കെ കുറച്ച് സത്യസന്ധത ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. എന്നാലും പൂർണ്ണമായിട്ടും അതെല്ലാം തന്നെയല്ല പോലീസിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ പോലീസിൻ്റെ പരിശോധനയിൽ ലഹരിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം ഇതൊക്കെ ആണെങ്കിലും ഇനിയിപ്പം മറ്റ് ലഹരി ആണെങ്കിലും മദ്യമല്ലാത്തതാണെങ്കിൽ പോലും അവരിത് അല്ലാത്ത പരിശോധന ഉണ്ടല്ലോ, അതിൽ കണ്ടെത്തും. അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മറ്റൊന്ന് നമ്മൾ കണ്ടത്, പോലീസ് ഇതുവരെ ഏകപക്ഷീയമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കുന്ന രീതിയാണ്. അതായത് ഈ യദു എന്ന് പറയുന്ന ആളും മേയർക്കെതിരെ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പെട്ടെന്നുള്ള നീക്കുപോക്കുകളൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ പോലീസ് അവിടെ ഒരു പക്ഷം ചേർന്നുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നതായിട്ട് തോന്നുന്നില്ലേ? KSRTCയുടെ ഭാഗത്തുനിന്നതിൽ പരാതി കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. പക്ഷെ യദുവിനോട് അവധിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ KSRTC ഡിപ്പാർട്ട്മെന്റ്. അല്ല, നമ്മളിപ്പോൾ ഇതിപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും പോലീസ് ആ പക്ഷം ചേർന്ന് നിൽക്കില്ലേ? ഇതിനകത്ത് ആരാണ് പ്രതിപക്ഷത്തുള്ള 2 പേരിൽ അവർ ഒന്ന് മേയറാണ്, ഒന്ന് MLA ആണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ യദു പരാതിപ്പെട്ടപ്പോൾ തന്നെ ആ പോലീസ് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പോലീസ് ഇതിനകത്ത് തിരുവനന്തപുരം ആയതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടെ ഒക്കെ ഈ പരാതി കൊടുത്ത് യദുവിനെ ഇതാ മേയറാണ് MLA എന്ന് അറിഞ്ഞിട്ട് പോലും പോലീസ് അവിടെ ഉപദേശിക്കുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു വേറൊരു സ്ഥലത്താണെങ്കിൽ, കേരളത്തിൻ്റെ വേറൊരു പ്രദേശത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ പോലീസ് അങ്ങനെ ഉപദേശത്തിലൊന്നും നിൽക്കില്ല. പക്ഷേ ഇവിടെ പോലീസ് അവർ ഉപദേശിച്ച് നിങ്ങളെ മേയറെ വിളിക്കൂ, എന്നിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതാക്കുമെന്ന് പറഞ്ഞു.
അങ്ങനെയാണ് ഇവൻ വിളിക്കുന്നത്. അതിനകത്ത് മേയറിൻ്റെ വളരെ കൗതുകരമായുള്ള സാധനം ഇന്ന് പത്രത്തിൽ വായിച്ചു. അപ്പോൾ 8 വയസ്സുള്ള ഒരു മകനുണ്ട് എനിക്കെന്ന് ഇവർ പറയുന്നു. യദു പറഞ്ഞപ്പോൾ മേയറിൻ്റെ മറുപടി എന്ന് വെച്ചാൽ 8 മാസം പ്രായമുള്ള ഒരു കുട്ടി എനിക്കുണ്ടെന്നാണ് പറയുന്നത്. അവരിപ്പോൾ ഈ അടുത്താണുള്ള ഒരു കുട്ടി ഉണ്ടായത്. അപ്പം ഇങ്ങനെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം മേയർ മാപ്പ് പറയുന്നിടത്ത് എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ മാപ്പ് കൃത്യമായി മാപ്പ് പറഞ്ഞില്ല, എന്റെ ചെയ്തെങ്കിൽ മാപ്പ് എന്നുള്ള രൂപത്തിൽ അങ്ങനെയാണോ പറഞ്ഞത്, ചെയ്തെങ്കിൽ പറ്റി എന്നുള്ള രൂപത്തിൽ പോലീസ് പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞാൽ പ്രശ്നം തീരുമെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാണ് പോലീസും അല്ലാതെ. അതിലൊക്കെ എനിക്ക് തോന്നുന്നത് ഈ വിഷ്വൽസ് ൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ നിയമലംഘനം നടന്ന ആരുടെ ഭാഗത്താണെന്നുള്ളത് പോലീസിന് നിയമം ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് 2-3 നിയമലംഘനങ്ങൾ മേയറുടെ ഭാഗത്ത് തന്നെ നടന്നിരിക്കുന്നത്. അതായത് ഈ സീബ്ര ലൈനാണ്. അതെ. അപ്പോൾ അതേപോലെ തന്നെ KSRTC ബസ് തടഞ്ഞു എന്നുള്ള ഏറ്റവും വലിയ ഇത് നമ്മൾ സാധാരണ ജാമ്യമില്ലാ വകുപ്പാണ്. അപ്പോൾ സാധാരണക്കാരൻ ഒരാൾ ഇത് ഇങ്ങനെ ഒരു KSRTC ബസ് തടഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അയാൾക്കെതിരെ വകുപ്പ് ഇട്ട് കേസെടുക്കണ്ടേ. അപ്പോൾ ഇതൊക്കെ മേയർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മേയറുടെ കൂടെയുള്ളവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പോലീസ് അതിനകത്ത് കേസിലേക്ക് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കായിരിക്കും ഇത് പ്രശ്നം പരിഹരിച്ചോട്ടെ എന്ന് ശ്രമിച്ചത്. അപ്പോൾ ഇപ്പോൾ കോടതിയിലേക്ക് പോവാണ്. ഇപ്പം യദു പറഞ്ഞിരിക്കുന്ന കോടതിയിലേക്ക് പോവാണ് എന്ന് പറഞ്ഞില്ല. അപ്പോൾ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ കോടതി ഇതെല്ലാം പരിശോധിക്കും. അപ്പോൾ അതുപോലെ ഈ പോലീസിൻ്റെ നിലപാടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇവരുടെ ഭരണകൂടത്തിൻ്റെ നിലപാടൊന്നും ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കോടതിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഉല്ലാസം വാനോളം വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് പറശ്ശിനിക്കടവ്, കണ്ണൂർ.